ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മഷ്റൂം പാസ്തയായിട്ടാണ്. സിമ്പിളായിട്ട് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം വേണ്ടുന്നത് പാസ്തയാണ്. പാസ്ത ഏത് ഷേപ്പ് വേണമെങ്കിലും എടുക്കാം. ഇതിപ്പോൾ ഞാൻ സ്പൈറലായിട്ടുള്ള പാസ്തയാണ് എടുത്തിരിക്കുന്നത്. അത് കുറച്ച് വെള്ളത്തിൽ ഉപ്പിട്ട് വേവിക്കാൻ വെച്ചിരിക്കുകയാണ്. അതൊരു സൈഡിലിരിക്കട്ടെ. അപ്പോൾ നമുക്ക് ഒരു പാനിലേക്ക് കുറച്ച് ബട്ടറിട്ട്, ഒരു ടീസ്പൂൺ ബട്ടറിട്ട്, അതിലേക്ക് ഒരു 2 അല്ലി വെളുത്തുള്ളി കുഞ്ഞതായിട്ട് അരിഞ്ഞതിട്ടിട്ടുണ്ട്. പിന്നെ ഇത്തിരി ഒരു പൊടിക്ക് ഇഞ്ചി അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇഞ്ചി വേണം, ഒരു ഓപ്ഷണലാണ്. ഞാൻ എൻ്റെ ഒരു ഫ്ലേവറിന് വേണ്ടി ഞാൻ ഇട്ടിരിക്കുന്നതേ ഉള്ളൂ. പിന്നെ ഒരു സവോള കുഞ്ഞതായിട്ട് അരിഞ്ഞത്. ഇത് ഒന്ന് വഴണ്ടി വരുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്തേക്ക് ഒരു പച്ചമുളകും മഷ്റൂമും കൂടെ ഇട്ട് നമ്മൾ വഴറ്റുവാണ്. ആവശ്യത്തിന് ഉപ്പ് ഇടണം. പിന്നെ കുരുമുളകാണ് ഞാൻ ഫ്ലേവറിങ് ഏജൻ്റായിട്ട് ഇട്ടിരിക്കുന്നത്. നല്ലപോലെ വഴണ്ടി വരുമ്പോഴത്തേക്ക് നമുക്കിത് മാറ്റി ഒരു പ്ലേറ്റിലോട്ട് എടുക്കാം. സെയിം പാനിൽ തന്നെ ഒരു ടീസ്പൂൺ ബട്ടർ, കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ടൊന്ന് വഴറ്റിയിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് ഒരു കപ്പ്, ഏകദേശം 1 കപ്പോളം പാല് ചേർത്ത് ഇത് ഇളക്കി നല്ലൊരു വൈറ്റ് സോസ് ഉണ്ടാക്കിയെടുക്കുകയാണ്. ഈ വൈറ്റ് സോസ് കുറുകി വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മഷ്റൂമിൻ്റെ മിക്സ് എടുത്ത് ഇടണം. ഇതൊന്ന് നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം വേവിച്ച് വെച്ച പാസ്ത വെള്ളം ഊറ്റിയിട്ട് ആ പാസ്ത ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ ഇത് നമ്മൾ മിക്സ് ചെയ്യാൻ നേരത്ത് ഇൻ കേസ് പാല് കുറവാണ്, സോസ് ഒരുപാട് തിക്കായെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് ഇത്തിരി ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് ഇത് ലൂസാക്കി എടുക്കാവുന്നതാണ്. അതിനൊന്നും പ്രശ്നമില്ല. ഞാൻ ഒരു ബീറ്റ്റൂട്ടിന് തോരൻ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ജ്യൂസ് എടുത്ത് ഇതിൻ്റെ അകത്ത് ഞാൻ ഒഴിക്കുന്നുണ്ട്, ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ടാണ്. ജ്യൂസ് മാത്രമേ ഞാൻ ഒഴിക്കുന്നുള്ളൂ. ഇതിപ്പോൾ നമുക്ക് ഏത് ഫുഡായാലും നമുക്കൊരു പിങ്ക് ഷെയ്ഡ് കൊടുക്കണമെങ്കിൽ നമുക്ക് ബീട്രൂട്ട് അരിഞ്ഞത് തോരന് വേണ്ടിയൊക്കെ അരിയത്തില്ലേ, അപ്പോൾ നമ്മളൊന്ന് പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ആ ജ്യൂസ് കിട്ടും. ആ ജ്യൂസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫുഡിനൊക്കെ ഒരു കളറിങ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുമേ. ഇതിലേക്ക് ഒരു സ്ലൈസ് ചീസ് ആഡ് ചെയ്യുന്നുണ്ട്, ഒരു ക്രീമി ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ഇടണം, കുരുമുളക് ഇടണം, പിന്നെ കുറച്ച് ഒറിഗാനോ. പാസ്തയല്ലേ, അപ്പോൾ ഒരു ഇറ്റാലിയൻ ഫ്ലേവറിന് വേണ്ടി കുറച്ച് ഒറിഗാനോയും കൂടെ ഇടും. ഇതെല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ സിമ്പിളായിട്ടുള്ള മഷ്റൂം പാസ്ത റെഡി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കമൻറ്റ് ഇടണം, എങ്ങനെ ഇഷ്ടമായോ ഇല്ലേ എന്നുള്ളത് എനിക്ക് കമൻറ്റ് ഇടണം. അപ്പോൾ ബൈ, അടുത്ത ഡിഷുമായി വരുന്നത് വരെ.